കണ്ണൂരിൽ ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ വന്നിരിക്കുകയാണ്. കണ്ണൂർ പിലാത്തറയിലാണ് വിള്ളൽ രൂപപ്പെട്ടത്. ടാറിംഗ് പൂർത്തിയായി ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ ഒരുക്കിയ ഭാഗത്താണ് വിള്ളലുണ്ടായത്. ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം മീറ്ററുകളോളം മണ്ണിട്ട് ഉയർത്തിയാണ് ഇവിടെ റോഡ് നിർമ്മിച്ചത്. ഇതാണ് ഇപ്പോൾ കാണുന്നത്. വളരെ ചെറുതാണെങ്കിൽ പോലും അപകട സാധ്യത, പ്രത്യേകിച്ച് ഈ മഴയൊക്കെ ശക്തമായി തുടരുന്ന അവസ്ഥയിൽ വലിയ ഭാരമേറിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോഴൊക്കെ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഇംതിയാസ് കരീം വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഇംതിയാസ്, ഈ വിള്ളൽ വരുന്നത് ഇപ്പോൾ പലയിടത്തും കണ്ടു തുടങ്ങിയാണ്. ചിലത് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നതായിരിക്കാം, പക്ഷേ വലിയ അപകടങ്ങൾ ഉണ്ടാക്കില്ലായിരിക്കും. പക്ഷെ നമുക്ക് പേടിയാണ്. കാരണം ഇപ്പോൾ കണ്ട കാഴ്ചകളൊന്നും നമ്മളെ എന്താ പറയുക, കുഴപ്പമില്ല എന്ന് തോന്നലുണ്ടാക്കുന്നതല്ല. വിഷ്മണി മാധു സജി, കണ്ണൂർ പിലാത്തറയിലാണ് ഇപ്പോൾ പുതിയ വിള്ളൽ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ പിലാത്തറയിൽ മാത്രമല്ല, കണ്ണൂരിലെ പയ്യന്നൂരിൽ മറ്റൊരു വിള്ളലും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മൊത്തത്തിൽ പയ്യന്നൂരിലും പിലാത്തറയിലുമായി 2 വിള്ളലുകൾ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ ഈ പിലാത്തറയിലെ കാര്യം, അവിടെ ടാറിംഗ് ഒക്കെ പൂർത്തിയായി ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനിരിക്കുകയായിരുന്നു. അവിടെയാണ് ഇത്തരത്തിലൊരു വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. പയ്യന്നൂരിലും സമാന രീതിയിൽ അത് വലിയ വിള്ളൽ തന്നെയാണ്. ആ പയ്യന്നൂരിലെ കാര്യത്തിൽ എന്തായാലും NHAI അധികൃതർ സംഘം വന്ന് പരിശോധിക്കാമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പിലാത്തറയിലെ കാര്യത്തിൽ എന്തുകൊണ്ട് ഏത് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പക്ഷേ ഈ രീതിയിൽ ദേശീയപാതയിൽ അങ്ങിങ്ങായിട്ട് പല സ്ഥലങ്ങളിലും പല രീതിയിൽ വിള്ളലുണ്ടാവുന്നു. പലതും ഈ പാലം അടക്കം ഉള്ള സ്ഥലങ്ങളിൽ പോലും വിള്ളലുണ്ട് എന്നതാണ് വസ്തുത. പക്ഷേ ഈ ടാറിങ്ങിൽ ഉണ്ടാവുന്ന വിള്ളൽ, ഇപ്പം ഈ പിലാത്തറയിലെ കാര്യം തന്നെയാണെങ്കിൽ ടാറിങ്ങിൽ വിള്ളലുണ്ടാവുമ്പോൾ നിർബന്ധമായിട്ടും അതിൻ്റെ താഴെ തട്ട് പരിശോധിക്കണം. താഴെ തട്ട് പരിശോധിക്കുമ്പോൾ കോൺക്രീറ്റിന് വിള്ളലുണ്ടെങ്കിൽ ഒരു പക്ഷേ പാലത്തിനടക്കം ബലക്ഷയം സംഭവിക്കാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ NHAI അധികൃതർ ഇത് മൊത്തമായി പരിശോധിക്കാൻ നിൽക്കുകയാണെങ്കിൽ ദേശീയപാതയുടെ ഓരോ റീച്ചും ഇങ്ങനെ മുഴുവനായിട്ട് പരിശോധിച്ചു പോകേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്ന് വേണം പറയാൻ. എന്തായാലും പലയിടത്തും വിള്ളലുകൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ എല്ലാ വിള്ളലുകളും വലിയ അപകടങ്ങളിലേക്ക് പോകുമെന്നൊരു ധാരണയും പാടില്ല. സ്വാഭാവികമായി ചെറുതുണ്ടാവും. പക്ഷേ ഇത്തരം അപകടങ്ങൾ നമ്മളിൽ ആശങ്കയുണ്ടാക്കുന്നു എന്നതാണ് NHAI അധികൃതരും ഈ കരാർ കമ്പനികളൊക്കെ വേണ്ട പരിശോധനകളൊക്കെ നടത്തി ജനങ്ങൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേന്ദ്രം ഡിബാർ ചെയ്തടക്കമുള്ള കർശന നടപടികൾ എടുത്തുകൊണ്ട് കുറച്ചുകൂടി ജാഗ്രതയോടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് കരുതാം.